നമുക്കറിയാം ഇവിടുത്തെ പല അവാർഡുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിലും നാഷണൽ ആണെങ്കിലും ഏതുതരം അവാർഡുകൾക്കും ഒരു ഇടപെടലുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഇന്ന് സാധ്യതകളുണ്ട്. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും സാധ്യതകളില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് സിനിമ കാണിക്കാനും. അതിനുവേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് ശരിക്കും അങ്ങനെയല്ലല്ലോ നമുക്ക് സിനിമ നോക്കേണ്ടത്. കാര്യം ആ വർഷം ആര് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ലളിത ചേച്ചിക്ക് ഇതിനു മുമ്പേയും ഇഷ്ടംപോലെ അവാർഡുകളും സംഭവങ്ങളും കിട്ടിക്കാണാം. പക്ഷേ ആ സിനിമയിൽ ലളിത ചേച്ചി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് അംഗീകാരം കൊടുക്കേണ്ടത്. ആ ജൂറിയിലെ ഒരു പ്രശസ്ത നടി, ഒരു ജൂറി അംഗം പറഞ്ഞത്, അവരുടെ പേര് ഞാൻ പറഞ്ഞില്ല, അവർ പറഞ്ഞ് ഇതിന് കൊടുക്കാൻ പാടില്ല, ഇതിനെ സെൻട്രൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു സാധനമാണ്. അപ്പം ഈ തരത്തിലുള്ള സിനിമകൾ എടുക്കുമ്പോൾ വളരെ ബഡ്ജറ്റൊക്കെ കുറച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആവശ്യം എന്ന് തോന്നുന്നത് സിനിമ മേക്കിങ്ങിനെക്കാട്ടിലും ഇതെങ്ങനെ എന്താ പറയുക അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, മീൻസ് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് ഏരിയ ഉണ്ട്. അതിനൊക്കെ വേണ്ടി ഇഷ്ടംപോലെ പൈസ നമ്മൾ ചിലവാക്കണം. കാലാകാലങ്ങളിലായി മാറി മാറി വരുന്ന ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് അവരുടെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അതിനെ വീതിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യണം. എനിക്ക് ഈ 2000 രൂപ മതി. ഈ 2000 രൂപേൻ്റെ ഒരു ദക്ഷിണയായിട്ട് ഞാൻ കൂട്ടുന്നുള്ളൂ. കാര്യം ഇങ്ങനത്തെ സിനിമകൾ പബ്ലിക്കിലേക്ക് എത്തണം, ഒരു അവയർനെസ് ഉണ്ടാക്കാൻ നല്ല ഇതുള്ള സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് ആ പൈസ തിരിച്ചു തരികയാണ്. ഒരിക്കൽ ഞാൻ സംവിധാന സഹായമായിട്ട് പലരുടെ പോയിട്ട് ഒരിക്കൽ മമ്മൂക്കയുടെ ഞാൻ ഇതുപോലെ ഒരാവശ്യം പറഞ്ഞു. എനിക്ക് ഒരു ഡോക്യുമെൻ്ററി, മമ്മൂക്കയുടെ ജീവിതം ബേസ് ചെയ്തൊരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അദ്ദേഹം ഏത് കാര്യം പോയി കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം പറയാൻ പറ്റില്ല എന്ന് പറയും. നമസ്കാരം, ഞാൻ ശ്രീവല്ലഭൻ, സിനിമാ സംവിധായകനാണ്. എൻ്റെ ആദ്യ സിനിമ ശ്യാമമാണ്. അത് 2006 റിലീസ് ചെയ്ത സിനിമയാണ്. അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കൊമേഴ്ഷ്യൽ എലിമെൻറ്റ്സ് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഓഫ് ബീറ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലൊക്കെ ചെയ്ത സിനിമയാണ്. ആ സിനിമ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസാണ് ഉണ്ടാക്കിയത്. കാര്യം IM വിജയൻ, KPS ലളിത, മാമുക്കോയ, കോട്ടയം നസീർ പോലെയുള്ള താരങ്ങളായിരുന്നു അന്ന് ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അന്ന് ആ സിനിമ ഞാൻ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമ ഡിജിറ്റലായി കഴിഞ്ഞു. അപ്പം അന്നത്തെ ഈ ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കുണ്ടായിരുന്നൊരു ഭയപ്പാടുണ്ടായിരുന്നു. കാര്യം ഓരോ ക്യാനും എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തികം അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അന്ന് ആരി 3 ആണ് ഈ ഫിലിം ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ചിത്രാഞ്ജലിയുടെ പാക്കേജിലാണ് നമ്മൾ അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു നിശ്ചിത ഫിലിം നമുക്ക് വേണ്ടി അനുവദിക്കും, അതിനുള്ളിൽ നിർത്തണം എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ആദ്യ സിനിമയായതുകൊണ്ട് തന്നെ ചില റീടേക്കുകളൊക്കെ പോയിട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പം ഒരു ഇന്ന് നമുക്ക് ഒരു 5, 6, 10, 15 റീടേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അന്നത്തെ സംബന്ധിച്ചോളം ഒരു ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേക്കിലേക്ക് പോകുന്ന ഒരു ഭയമാണ്. കാര്യം വെച്ചാൽ ഫിലിം പോവുകയാണ്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളൊരു 15 ടേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പം ധരണി എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു. അപ്പോൾ അതിലിപ്പോൾ ഈ പറയുന്ന പോലെ ചില പിള്ളേരൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് ഒരുപാട് ടേക്കുകൾ പോകേണ്ടി വരുന്നു. പക്ഷേ ഓക്കെ, ആ അത്രയും നമുക്ക് വേണ്ടാത്ത ടേക്കുകളെല്ലാം എറേസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ഭയം തന്നെയായിരുന്നു. കാര്യം വെച്ചാൽ നമുക്കറിയാം ഓരോ സെക്കൻഡിലും ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ചെറിയ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ക്യാമറയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. എനിക്കൊന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മോണിറ്റർ പോലും അധികം വന്നിട്ടില്ല. അത് മോണിറ്റർ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ പേ ചെയ്യേണ്ടി വരും. അത് കാരണം ഞങ്ങൾ മോണിറ്റർ പോലും യൂസ് ചെയ്തില്ല. അപ്പം അന്നത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യാമറയുടെ അടുത്ത് തന്നെ ആയിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ അടുത്ത് നിൽക്കുമ്പോഴത്തെ ക്യാമറയ്ക്കകത്തൊരു സൗണ്ട് വരുമല്ലോ ഈ ഫിലിം ഓടുന്നതിൻ്റെ. അപ്പോൾ ഇത് ഇങ്ങനെ ഓടുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് പോലെയാണ് ആ സാധനം. നമുക്കൊരു നെഞ്ചിടിപ്പായിരുന്നു. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു സിനിമ 2006 ചെയ്തു. അത് ദൈവാനുഗ്രഹം കൊണ്ട് അത് UN വരെ പ്രദർശിപ്പിക്കുകയുണ്ടായി. പിന്നെ ഒട്ടനവധി രാജ്യങ്ങളിലും അത് പ്രദർശിപ്പിച്ചു. പിന്നെ ഇവിടെ PRD പടം വാങ്ങിച്ചിരുന്നു. അമൃത ചാനൽ അത് സംപ്രേഷണം ചെയ്തിരുന്നു. ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ സിനിമ. അതും ഈ പറഞ്ഞ പോലെ ഞാൻ ആ സിനിമ പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. കാര്യം
നമുക്കറിയാം ഇവിടുത്തെ പല അവാർഡുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിലും നാഷണൽ ആണെങ്കിലും ഏതുതരം അവാർഡുകൾക്കും ഒരു ഇടപെടലുകളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ സമയദോഷം എന്ന് പറയണം, ഞാൻ ആ സിനിമ എടുത്തതിന് ശേഷം ഇവിടെ സ്റ്റേറ്റിൽ കൊടുത്തു, അതിന് ഒരു അംഗീകാരം കിട്ടിയില്ല. നാഷണലിൽ കൊടുത്തു, അതിനും ഒരു അംഗീകാരം കിട്ടിയില്ല. പക്ഷെ കാണുന്ന പ്രേക്ഷകരെല്ലാം ഭയങ്കര അഭിപ്രായമായിരുന്നു. പക്ഷേ അപ്പോൾ നിർമ്മാതാവിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര പ്രഷറുണ്ടായി. അപ്പോൾ ഞാൻ ഒരു വർഷത്തോളം ഞാനിങ്ങനെ ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ പടങ്ങൾ അയക്കാൻ പറ്റുമെന്നുള്ളൊരു ഇത് എനിക്ക് മനസ്സിലാക്കുന്നത്. അന്ന് എനിക്കൊന്ന് ഈ ഫിലിം ഫ്രീ വേ എന്നോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. വിത്തൗട്ട് എ ബോക്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അതുവഴി ഞാനത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഫെസ്റ്റിവലിൽ സിനിമ ക്ഷണിക്കുകയും അതോടൊപ്പം അവർ തന്നെ പറഞ്ഞു ആ സിനിമ UN പ്രദർശിപ്പിക്കാം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി. അതും എനിക്ക് വിദേശയാത്ര, സിനിമയായിട്ടുള്ള വിദേശയാത്ര ആദ്യമായിട്ടായിരുന്നു. അമേരിക്കയിൽ പോയി. അങ്ങനെ ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഒരു 3-ാം ദിവസം തോന്നാണ് പടം സ്ക്രീൻ ചെയ്യുന്നത്. അപ്പം സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴത്തെ ഒരുപാട് പേര് ഫോറിനേഴ്സ് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് Q&A എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആൻസർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു അവാർഡ് സെറിമണി ക്ലോസിംഗ് ഫംഗ്ഷൻ വന്നു. അപ്പം ഞാനും അതിൻ്റെ അകത്ത് ഒരു പാർട്ടിസിപ്പൻ്റ് എന്നുള്ള രീതിയിലിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് പടത്തിന് ഒരു അവാർഡുണ്ട് എന്ന് ലോങ് നറേറ്റീവ് മൂവി എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ ഏറ്റവും നല്ല സിനിമ എന്നുള്ളൊരു അവാർഡ് കിട്ടിയെന്നറിയുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം നാട്ടിൽ അംഗീകരിക്കാത്ത സിനിമ, അതും അമേരിക്ക പോലത്തെ ഒരു രാജ്യത്ത്, അതും അമേരിക്കൻ യൂണിവേഴ്സിറ്റിക്കകത്തായിരുന്നു, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിക്കകത്തായിരുന്നു ആ പടം സ്ക്രീൻ ചെയ്തത്. അപ്പോൾ അത് എന്താ പറയുക, ആ അവാർഡ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കണ്ണങ്ങ് നിറഞ്ഞു പോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് പോലും ഒരു അംഗീകാരം ലഭിക്കാത്തതിൽ നിന്ന് അവിടെ ഒരു അംഗീകാരം ലഭിക്കുക. പിന്നെ അപ്പോൾ അവർ തന്നെ പറഞ്ഞു എന്തായാലും ഈ സിനിമ UN എനിക്കൊന്ന് അന്ന് 2 സിനിമയേ ഉള്ളൂ. ഒന്ന് രേവതി ഡയറക്റ്റ് ചെയ്തൊരു ഫിലിമില്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു ഫിലിമും ഇതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് UN പ്രദർശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ UN അത് കാണിക്കാൻ സാധിച്ചു, UN അകത്ത് കയറാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊരു വലിയ എക്സ്പീരിയൻസായി. ഇപ്പം എല്ലാ വരും തലമുറയിൽപ്പെട്ട എല്ലാ സിനിമാ സംവിധായകന്മാർക്കും അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദഗ്ധർക്കും എല്ലാവർക്കും ഒരു ഇതാണ്. അതായത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഇന്ന് സാധ്യതകളുണ്ട്. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും സാധ്യതകളില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് സിനിമ കാണിക്കാനും. അതിനുവേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ജനറേഷന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വൈഡായിട്ടുള്ളൊരു ഇതാണ് ഇപ്പം സിനിമയ്ക്കകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് പൊളിറ്റിക്സ് ഇപ്പം സിനിമ എന്ന് മാത്രമല്ല, നമുക്ക് അറിയാം പല ഭാഗങ്ങളിലും പൊളിറ്റിക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കറിയാം. പക്ഷെ അത് സിനിമയിൽ ഇപ്പം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. കാര്യം ഞാൻ എൻ്റെ ആദ്യ സിനിമ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പം ആദ്യ സിനിമയിൽ KPS ലളിത ചെയ്ത ചേച്ചി ലളിത ചേച്ചി ചെയ്ത ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറിന് പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോഴത്തെ അന്ന് അവാർഡ് ഡിക്ലെയർ ചെയ്തപ്പോഴത്തേക്ക് അത് കണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് ലളിത ചേച്ചിക്ക് ഈ പടത്തിലൊരു അവാർഡ് കൊടുത്തുകൂടാന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് അന്നത്തെ ജൂറി ചെയർമാൻ CB മലയിൽ ആയിരുന്നു തോന്നുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനെക്കാട്ടിലും പെർഫോമൻസ് ലളിത ചേച്ചി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അങ്ങനെയല്ലല്ലോ നമുക്ക് സിനിമ നോക്കേണ്ടത്. കാര്യം ആ വർഷം ആര് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ലളിത ചേച്ചിക്ക് ഇതിനു മുമ്പേയും ഇഷ്ടംപോലെ അവാർഡുകളും സംഭവങ്ങളും കിട്ടിക്കാണാം. പക്ഷേ ആ സിനിമയിൽ ലളിത ചേച്ചി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് അംഗീകാരം കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒരു ആദ്യ സിനിമയിലുള്ള അനുഭവമായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 4 സിനിമകൾ ചെയ്തതിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന രണ്ടാമത്തെ സിനിമ ഒഴികെ 3ഉം 4ഉം സിനിമ, അതായത് 3 സിനിമകളും എനിക്ക് വളരെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇത് സ്റ്റേറ്റ് അവാർഡിൽ പോകുമ്പം നമ്മളെ തിരസ്കരിക്കുന്നത് കാണുമ്പോൾ ആദ്യം എനിക്കൊക്കെ വിഷമമുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് ശീലമായി. കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെ പച്ച എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ പ്രകൃതിയെ ബേസ് ചെയ്ത് ഞാനൊരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമ ഇതുപോലെ കമ്മിറ്റിയിൽ പോകുമ്പോൾ, സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയിൽ പോകുമ്പോഴത്തേക്ക് ഒരു പ്രശസ്ത നടി അതിനകത്ത് ലാസ്റ്റ് അതിൻ്റെ ഒരു ഭാഗം നറേറ്റ് ചെയ്യുന്നത് സെൻട്രൽ മിനിസ്റ്റർ PM കുറിച്ചാണ്. അപ്പം ആ സബ്ജക്റ്റിനകത്ത് അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനകത്ത് ഇത് ആഡ് ചെയ്തത്, ആ PM കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തത്. അപ്പം ആ ജൂറിയിലെ ഒരു പ്രശസ്ത നടി, ഒരു ജൂറി അംഗം പറഞ്ഞത്, അവരുടെ പേര് ഞാൻ പറഞ്ഞില്ല, അവർ പറഞ്ഞ് ഇതിന് കൊടുക്കാൻ പാടില്ല, ഇതിനെ
സെൻട്രൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനമാണ്, അപ്പോൾ അതിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കിട്ടിയില്ല. അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇത് ഞാൻ എന്തുകൊണ്ട് കിട്ടിയില്ലെന്ന് നമ്മളൊരു അന്വേഷണം നടത്തില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം സംസാരിച്ചത്. എന്നിട്ട് അത് മാത്രമല്ല, അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 2 പേര് കണ്ടതല്ലാതെ ബാക്കി ഇത്രയും ജൂറിയിൽ അംഗങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു 8-10 അംഗങ്ങളടങ്ങുന്നൊരു കമ്മിറ്റി ആയിരിക്കും ജൂറി. അപ്പം സ്വാഭാവികമായിട്ടൊരു 4 പേരോ അല്ലെങ്കിൽ 5 പേരൊക്കെ ആയിരിക്കും ഒരു കമ്മിറ്റിയിലുണ്ടാകുക. ഇത് പേരിനെന്നുള്ള ഒരു 2 പേരാണ് ഇരുന്ന് കണ്ടത്. ഈ 2 പേര് കാണുന്നതാണോ സിനിമ വിലയിരുത്തുന്നത്. അപ്പം എന്നിട്ടാണ് അതിന് അന്നത്തെ ആ വർഷത്തെ അവാർഡ് സ്റ്റേജ്. അപ്പോൾ ഇനി ഞാൻ പിന്നെ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വരുന്ന PM സപ്പോർട്ടുള്ള പടമായതുകൊണ്ട് അത് നാഷണൽ ലെവലിൽ അവിടെ പോയപ്പോൾ അതിനേക്കാളും വേറെ പൊളിറ്റിക്സാണ് അവിടെ, മനസ്സിലായി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, അതായത് സിനിമ പിന്നെ നമുക്ക് ഒരു നമ്മുടെ ഒരു തൃപ്തി ഉണ്ടല്ലോ. അപ്പോൾ ആ തൃപ്തി വെച്ചുകൊണ്ട് സിനിമ ചെയ്യുക, അംഗീകരിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടാതെ പോകുന്നതും അങ്ങ് വിട്ടേക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സാധ്യതകൾ പുറം രാജ്യങ്ങളിലുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ബേസിൽ സിനിമ ചെയ്യാം. പക്ഷേ നമ്മൾ സൂക്ഷിച്ചും കണ്ടു അതിൻ്റെ കോസ്റ്റൊക്കെ കുറച്ചുകൊണ്ട്, കാര്യം അതിനൊരു വാണിജ്യപരമായിട്ടുള്ള ഒരു സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം ഈ തരത്തിലുള്ള സിനിമകൾ എടുക്കുമ്പോൾ വളരെ ബഡ്ജറ്റൊക്കെ കുറച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആവശ്യം എന്ന് തോന്നുന്നത് സിനിമ മേക്കിങ്ങിനെക്കാട്ടിലും ഇതെങ്ങനെ എന്താ പറയുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, മീൻസ് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് ഏരിയ ഉണ്ട്. അതിനൊക്കെ വേണ്ടി ഇഷ്ടംപോലെ പൈസ നമ്മൾ ചിലവാക്കണം, എന്നാൽ മാത്രം ആ സിനിമ വേണ്ടടുത്ത് എത്തുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇവിടുത്തെ സ്റ്റേറ്റ് അവാർഡിനെ അല്ലെങ്കിൽ നാഷണൽ അവാർഡിനെ മോശം എന്ന് പറയുന്നില്ല. അതൊക്കെ വളരെ വിലപ്പെട്ട സാധനമാണ്. പക്ഷേ കാലാകാലങ്ങളിലായി മാറി മാറി വരുന്ന ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് അവരുടെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അതിനെ വീതിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത തന്നെയാണ് ഇവിടെ വരുന്നത്. ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. അതിനൊരു സംശയമില്ല, ഒരു മാറ്റമില്ല. ഞാൻ ലാസ്റ്റ് ചെയ്ത 2 സിനിമകളും പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. ഒന്ന് പച്ച, ഒന്ന് ധരണി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പച്ച എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പ്രത്യേകതയുണ്ട്. അതായത് 2 മരങ്ങൾ തമ്മിൽ ഒരു കുട്ടിയായിട്ട് നടത്തുന്ന ഒരു ഇൻട്രാക്ഷനാണ് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ലളിത ചേച്ചിയും നെടുമുടി ചേട്ടനും കൂടെ ചേർന്നാണ് ആ 2 മരങ്ങളുടെ വോയിസ് തന്നത്. അപ്പോൾ ആ 2 ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ, ലളിത ചേച്ചി ഓൾറെഡി എനിക്ക് അതിന് മുമ്പേ എൻ്റെ പടത്തിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ചേച്ചിയായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് ചേച്ചി വളരെ ചെറിയൊരു റെമ്യൂണറേഷൻ വാങ്ങിച്ചാണ് ആ പടം ചെയ്തത്. പക്ഷേ നെടുമുടി ചേട്ടൻ ചോദിച്ചത് വലിയൊരു എമൗണ്ടാണ് ചോദിച്ചത്. അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കിക്കൊണ്ട് പോവുകയാണ്. ഫുള്ള് വിഷ്വൽസ് കാണിച്ചിട്ട് നെടുമുടി ചേട്ടനെ കൊണ്ട് ഞാൻ ഡബ് ചെയ്യിപ്പിക്കുകയാണ്. ആ ഡബ് ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു കവറിലിട്ട് ഞാൻ ചേട്ടനെ കൊണ്ട് പൈസ കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് 2000 രൂപ ചേട്ടൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ബാലൻസ് പൈസ എൻ്റെ തിരിച്ചെന്ന് പറഞ്ഞ്, ഇത് നിങ്ങൾ സിനിമയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യണം. എനിക്ക് ഈ 2000 രൂപ മതി. ഈ 2000 രൂപ എൻ്റെ ഒരു ദക്ഷിണയായിട്ട് ഞാൻ കൂട്ടുന്നുള്ളൂ. കാര്യം ഇങ്ങനത്തെ സിനിമകൾ പബ്ലിക്കിലേക്ക് എത്തണം, ഒരു അവയർനെസ് ഉണ്ടാക്കാൻ നല്ല ഇതുള്ള സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് ആ പൈസ തിരിച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും അവർ 2 പേരുടെയും സപ്പോർട്ടെന്ന് പറയുന്ന ആ സിനിമയിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സപ്പോർട്ടായിരുന്നു. അതുപോലെ സുരേഷ് കുമാർ, ഞാൻ സുരേഷ് കുമാർ എന്ന് വിളിക്കുന്നത്, സുരേഷ് കുമാർ, അതുപോലെ മേന ചേച്ചി, അവരെല്ലാവരും 1 രൂപ പോലും പ്രതിഫലമില്ലാതെ ആ സിനിമ ചെയ്ത സംഭവമാണ്. പക്ഷേ നമുക്ക് വിഷമം വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രമേയമുള്ള സിനിമ അത് ഒരു ബോധവൽക്കരണമാണ്. ആക്ച്വലി പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു അവയർനെസ്സാണ്. എന്തുകൊണ്ട് മരങ്ങൾ നശിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കൊടുക്കുന്നൊരു അവയർനെസ്സാണ്. പക്ഷേ അത് അങ്ങനത്തെ ഒരു പ്രമേയം ഉണ്ടാക്കിയിട്ട് അത് വേണ്ട രീതിയിൽ പബ്ലിക്കിലേക്ക് വരാൻ വേണ്ടി ഒരു വേദി കിട്ടിയില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈവൻ ചിത്രാഞ്ജലിയുടെ പാക്കേജ് ചെയ്ത സിനിമയാണ്, എന്നിട്ട് അവരുടെ തിയേറ്റർ പോലും അവർ തരാത്തൊരു അവസ്ഥ ഉണ്ടായി. അപ്പം ഇങ്ങനത്തെ പ്രമേയം നമ്മൾക്ക് ചെയ്യാൻ, പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ ഭയപ്പെടുകയാണ് ആക്ച്വലി. കാര്യം സാധ്യതകൾ വളരെ കുറവാണ്. കാര്യം നമ്മൾ പറയും നമ്മൾ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള സിനിമകൾ ചെയ്യണം, ഒരു ബോധവൽക്കരണം ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പറയും. പക്ഷേ അത് നമ്മൾ സിനിമയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒന്ന് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം തരാൻ ആരും തന്നെ തയ്യാറല്ല, മനസ്സിലായി. പിന്നെ അഥവാ ഇപ്പം നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇടിച്ചു കയറ്റവും സംഭവം. പക്ഷേ നമ്മളിതൊരു തിയേറ്ററിൽ കൊണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു 5 പേരാണ് ആ തിയേറ്ററിൽ കാണുക, മനസ്സിലായി. അപ്പം എന്താണ് ഈ ഇതേ പടങ്ങളൊക്കെ തന്നെ, ഇതേപോലത്തെ തരത്തിലുള്ള പടങ്ങളൊക്കെ തന്നെയാണ് ഈ ഫെസ്റ്റിവൽ വരുന്നത്. അപ്പം അത് വേറൊരു കോക്കേഴ്സായിട്ട് മാറുന്നു, നമ്മൾ ഒറ്റപ്പെട്ട വേറൊരു കോക്കേഴ്സായിട്ട് മാറുന്നു എന്നുള്ളതാണ്
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ, അതായത് ഈ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഇപ്പോൾ പരിസ്ഥിതിയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും, കാര്യം നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ വയനാട് നടന്ന ദുരന്തം നമ്മൾ കണ്ടതാണ്. അപ്പം അതുപോലത്തുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഇതുപോലത്തുള്ള സിനിമകൾ വെച്ച് സ്കൂളുകളിൽ പ്രദർശിപ്പിക്കുകയും കോളേജുകളിൽ പ്രദർശിപ്പിക്കുകയും അവരിലൊരു ബോധവൽക്കരണം, ഇനിയും വരാൻ പോകുന്ന തലമുറയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. കാര്യം ഈ മരങ്ങളുടെ ആവശ്യത്തെക്കുറിച്ചും ഈ പ്രകൃതി സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഇനിയുള്ള തലമുറ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അവയർനെസ് കൊടുക്കേണ്ടത്. അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധ്യതകൾ ഗവൺമെൻറ് കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ചെയ്ത 4 സിനിമകളും ഇപ്പോൾ 2006 മുതൽ സ്വതന്ത്ര സംവിധായകനായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുവരെ ചെയ്തത് 4 സിനിമകൾ മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷത്തിനിടയിൽ 10-18 വർഷത്തിനിടയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് 4 സിനിമകൾ മാത്രമേ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഓഫ് ബീറ്റ് ഫിലിമുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റവന്യൂ എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. മീൻസ് നമുക്കായിട്ടുള്ളൊരു സാമ്പത്തികം കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ കാര്യം ഇത് നമ്മൾ ആ തരത്തിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ പുതിയ ഒന്ന് രീതി മാറ്റി ഒരു കൊമേഴ്ഷ്യൽ സൈഡിലേക്കൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനും തീർച്ചയായിട്ടും അങ്ങനെ ഒരു പുതിയൊരു പ്രോജക്റ്റ്, ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തി എൻ്റെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന പോലെ പല ആർട്ടിസ്റ്റുകളെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ പോയി കാണുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതും ഒരു പരിമിതികളുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും അവരുടെ ഒരു കോക്കേഴ്സ് ഉണ്ട്, അത് വിട്ട് അവർ വരില്ല, മനസ്സിലായി. പിന്നെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങളായിട്ട് മനസ്സിൽ കണ്ട് രൂപപ്പെടുത്തുന്നതായിരിക്കും ഒരു കഥ, മനസ്സിലായി. അതിനെ തിരക്കഥ രൂപത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനുള്ള പാട് ഇപ്പോൾ തിരക്കഥ എഴുതുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ കഥ ചിന്തിക്കുന്ന ഒരാൾക്കേ മാത്രമേ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. കാര്യം വർഷങ്ങളോളം നമ്മൾ എടുത്തിട്ടാണ് ഒരു കഥ ഉണ്ടാക്കുന്നതും തിരക്കഥ. അപ്പോൾ ഈ തിരക്കഥയ്ക്കായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സംസാരിക്കുന്ന ആ താരത്തിനെ സംബന്ധിച്ചോളം അയാളുടെ നിലനിൽപ്പ് നോക്കിയിട്ട് അയാൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഒരുപാട് അഴിച്ചുപണി ചെയ്യാൻ പറയും. ഇപ്പം ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. ഞാനിപ്പോൾ ഒരു 2-2.5 വർഷം 3 വർഷം കൊണ്ടൊരു സ്ക്രിപ്റ്റ് ചെയ്തു. ആ സ്ക്രിപ്റ്റുമായിട്ട് ഞാനൊരു 2-3 താരങ്ങളെ പോയി കണ്ടപ്പോഴത്തേക്ക് ഈവൻ ഇന്ന് 5-6 സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നാലും അയാൾ പോപ്പുലർ അല്ല, അയാൾ ബിസിനസ് വാല്യൂയിൽ അങ്ങനെ അത്രയും ആളല്ല. അദ്ദേഹം പോലും ആവശ്യപ്പെടുന്നത് കഥയിൽ അങ്ങനെ ഇങ്ങനെ മാറ്റം വരുത്തണം. അപ്പം ഞാൻ പറയുന്നത് ഒരു സംവിധായകൻ്റെ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിൻ്റെ എന്താ പറയാൻ പറ്റുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്, മനസ്സിലായി. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ പറയാൻ അറിയാം, ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ താരങ്ങൾ ഇടപെടുന്നതും നമ്മളൊരു ഇന്ന് ഞാൻ പല ലൊക്കേഷനിൽ പോകുമ്പോൾ കാണുന്ന സംഭവമാണ്. അതായത് ഒരു ഫ്രെയിം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ താരം വലിയൊരു മാർക്കറ്റുള്ള താരമാണെങ്കിൽ അയാൾ പറയും അടുത്ത ഫ്രെയിം എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള അയാൾ പറയും. പക്ഷേ അങ്ങനെയൊന്നും സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകാറുമില്ല. എന്നാലും ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ് പ്ലാൻ ചെയ്യുക. കാര്യം അല്ലാതെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണ്, നല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസുമാണ്. ഇത് വേറൊരു കോക്കേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പണം കൊണ്ട് മാത്രം മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ ബന്ധങ്ങളും സംഭവങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പബ്ലിക്കിലേക്ക് വിടുകയാണ്. ദൈവം സഹായിച്ച് തിയേറ്ററിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക്കിൽ വിട്ട് കഴിഞ്ഞാൽ അതിനൊരു 1-2 ദിവസം കൊണ്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കരിയർ തന്നെ മാറുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ഒരു കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇനിയിപ്പം പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ കഥയും തിരക്കഥയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇതും അതുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഇത് ചിലപ്പോൾ ഒരു 10-20 ലക്ഷം രൂപയ്ക്കകത്ത് തീരും ഇങ്ങനത്തെ സിനിമകൾ. ഓഫ് ബീറ്റ് എന്ന് പറയുന്ന സിനിമകൾ ഒരു 10-20. പക്ഷേ മറ്റേ സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം കൊമേഴ്ഷ്യൽ സിനിമകളെ സംബന്ധിച്ചിടത്തോളം 1 കോടിയോ 2 കോടിയോ 3 കോടിയോ അത് ഡിപ്പെൻസ് ആർട്ടിസ്റ്റിൻ്റെ ലൊക്കേഷൻ ഇതൊക്കെ വെച്ചിട്ട്. കാര്യം നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഓരോ ടെക്നീഷ്യൻസ് വാങ്ങുന്ന ആർട്ടിസ്റ്റ് വാങ്ങുന്ന റെമ്യൂണറേഷൻ നമുക്കറിയാം. അപ്പം അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കൊമേഴ്ഷ്യൽ സിനിമയിൽ അത്തരത്തിൽ നല്ല ബഡ്ജറ്റ് ചിലവാക്കാൻ കഴിയുന്നൊരു നിർമ്മാതാവിനെ കിട്ടിയാൽ മാത്രമേ. പിന്നെ അത് മാത്രമല്ല, അതിനകത്തൊരു വെല്ലുവിളിയുണ്ട്. കാര്യം സിനിമ എടുക്കുന്നത് മാത്രമല്ല, എടുത്തു കഴിഞ്ഞ ശേഷം ഇത് തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിന് പ്രൊമോഷന് വേണ്ടി ഒരു നല്ലൊരു എമൗണ്ട് മാറ്റി വയ്ക്കണം. കാര്യം ഇന്നത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള രീതിയിലെല്ലാം എങ്ങനെയൊക്കെ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും അത്തരത്തിൽ പ്രൊമോഷൻ കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു മൗത്ത് പബ്ലിസിറ്റി കിട്ടി അത് 2-3 ദിവസം കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വന്ന് അത് ഹിറ്റാവും. അപ്പം അത്തരത്തിലൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങിൻ്റെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്ല, സിനിമയിൽ ഒരു ബെൽറ്റ് പണ്ടേ അത് എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ടേ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം തൊട്ടേ സിനിമയിൽ ഒരു ബെൽറ്റ് ഉണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് സിനിമയുടെ നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു
അങ്ങനെ ഒരു ബെൽറ്റ്. കാര്യം വെച്ചാൽ ഒരു വാശി, അതായത് നമ്മൾ നമ്മുടെ ഒരു ബെൽറ്റ് ഉണ്ടാക്കുന്ന സിനിമ പോലെ ആയിരിക്കരുത് മറ്റൊരു ബെൽറ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു വാശിയാണ്. അത് സിനിമയുടെ നല്ലതിന് വേണ്ടിയായിരുന്നു. പക്ഷേ അത് ഈ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാറ്റമാണ്. മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാറ്റമായിരുന്നു. കാര്യം പല ആർട്ടിസ്റ്റുകളിൽ ഇപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻ്റായിട്ടോ അല്ലെങ്കിൽ സിനിമ ആദ്യമൊക്കെ സംവിധാനം ചെയ്യാൻ ഇറങ്ങിയ സമയത്തൊന്നും ക്യാരവാൻ എന്ന് പറഞ്ഞ സമ്പ്രദായമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അടുത്തൊരു കഥ പറയാൻ വേണ്ടി ക്യാരവാൻ്റെ അകത്ത് കയറി കഴിഞ്ഞതിന് ചുരുക്കം ചില നടന്മാർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ക്യാരവാൻ്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല. അതിനകത്ത് ഉള്ള സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റില്ല. മനസ്സിലായി. അത് പണ്ട് ആരും ഇതൊന്നും പുറത്ത് പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കമ്മിറ്റികളൊക്കെ വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊക്കെ പബ്ലിക് അറിഞ്ഞു തുടങ്ങിയത്. കാര്യം പണ്ട് ഈ പബ്ലിക്കിന് അറിയാൻ സാധ്യതകൾ വളരെ കുറവായിരുന്നു. സിനിമാക്കാർക്ക് അറിയാം, ഏകദേശം സിനിമാക്കാർക്ക് അറിയാമായിരുന്നു. അത് 100% ഇതിനകത്തൊരു ലഹരി ഉപയോഗം വളരെ കൂടുതലാണ്. മനസ്സിലായി. അത് എന്താ പറയുക, ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇതാണ്. പിന്നെ ഇപ്പം മറ്റേ ഹേമ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കോൺട്രവേഴ്സിയൊക്കെ വന്നതിന് ശേഷം ഒരു ഭയമുണ്ട് എല്ലാവരിലും. അത് സമ്മതിക്കാൻ പറ്റില്ല. അത് മുമ്പ് വരെ എന്താ പറയുക, നിർലോഭം ഇതിനകത്ത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഒരുപാട് പണ്ട് ഇങ്ങനെ ഒരു സിനിമയെ അങ്ങനെ മതത്തിനൊക്കെ അതീതമായിട്ടുള്ളൊരു കലയായിട്ടാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളും ഇതും എല്ലാം അങ്ങനെ ഒരു വേർതിരിവ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കോക്കേഴ്സ്, അതായത് ഞങ്ങളുടെ ആ ഗ്രൂപ്പ്, മനസ്സിലായി. ഇപ്പം പണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് സിനിമ ഉണ്ടായിരുന്ന സമയത്ത് ട്രിവാൻഡ്രം ബെൽറ്റ് അങ്ങനെ ഒരു ബെൽറ്റൊന്നും അല്ലായിരുന്നു. ട്രിവാൻഡ്രത്തൊരു കൂട്ടം സിനിമാക്കാരെന്നുള്ളത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മട്ടാഞ്ചേരി ഗ്രൂപ്പ്, ഇപ്പം അവരുടെ കയ്യിലാണ് സിനിമയുടെ എല്ലാ പ്രവർത്തനവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ ഇവിടെ ചെയ്താൽ പോലും ആ ഭാഗങ്ങളിലേക്കൊക്കെ മലബാർ, കൊച്ചിയൊക്കെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിൽ നമ്മൾ അവരുടെ നിന്ന് എന്താ പറയുക, ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കുന്ന പോലെ അല്ല, അവരുടെ നിന്ന് പെർമിഷൻ വാങ്ങേണ്ട അവസ്ഥയാണ്. മീൻസ് അങ്ങനെ ഒരു വലിയ കോക്കസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ സിനിമ നിൽക്കുന്നത്. അതില്ലാന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അത് ഇതിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലല്ലേ, സിനിമയ്ക്കകത്ത് ഇങ്ങനെ വലിയൊരു കോക്കേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായി. അത് ഇപ്പം ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഞാൻ തിരുവനന്തപുരംകാരാണ്, തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ബെൽറ്റ് കൊണ്ടുവരണമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാനുള്ള സാധനമാണ്. മനസ്സിലായി. ഇപ്പം നമുക്ക് അറിയാം, ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടന്നാൽ പോലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാരെത്തുന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അത്രയും വൈഡായിട്ട് ഉള്ളൊരു കലയാണ്. അപ്പോൾ അതിനെ ആസ്വദിക്കാൻ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനെ വരുന്ന ആൾക്കാർ മതമോ ജാതിയോ പൊളിറ്റിക്സോ നോക്കിയല്ല. അപ്പം അങ്ങനെ ഒരു കോക്കേഴ്സ് ഒന്നും സിനിമയ്ക്കകത്ത് വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. പക്ഷേ അതുപോലെ ഈ ബെൽറ്റുകൾ, അതായത് തിരുവനന്തപുരം ബെൽറ്റ്, ട്രിവാൻഡ്രം ബെൽറ്റ് ഒന്നും ഇല്ല ഇന്നിപ്പം. കൊച്ചി ബേസ് ചെയ്ത് കുറേ ബെൽറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ അത് സിനിമയ്ക്ക് ഉപയോഗപ്പെടും എന്നുള്ളതിനാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു സംവിധായകനായിട്ട് ഇന്ന് സംസാരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ മമ്മൂക്ക എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ്റെ ഇത് തന്നെയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അല്ല അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ബന്ധം തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണം. അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ, ദൂരദർശന് വേണ്ടി ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്. അന്നൊക്കെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും മമ്മൂക്ക ആരാധിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു എന്ന് തരത്തേക്ക് പോകുമ്പം നമുക്കറിയാൻ പറ്റും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാറിനെ ബേസ് ചെയ്ത് മാത്രമാണ് തിയേറ്ററിലേക്ക് ഒരു ക്രൗഡ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മമ്മൂക്കയോ ലാൽ സാറിൻ്റെയൊക്കെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്ന ഒരു മാസ് എന്ന് പറയുന്നത് അവർ ആ ഒരു പേഴ്സണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും വരുന്നത്. അത് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഈ കോവിഡിനൊക്കെ ശേഷം ആ ഒരു ഇതൊക്കെ മാറി. ഇപ്പം അങ്ങനെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർഡം എന്ന് പറയുന്നൊരു സാധനമില്ല. അപ്പോൾ മമ്മൂക്കയ്ക്ക് ലാൽ സാറിനുള്ള ആ പേര് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് സ്റ്റാറായിട്ട് തന്നെ ഇപ്പോൾ രജനീകാന്ത് ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പേരും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കോവിഡിന് ശേഷം അങ്ങനെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന സാധനം ഇല്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മമ്മൂക്കയുടെ ലാൽ സാറിൻ്റെ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിനൊരു ഇനിഷ്യൽ പുള്ളിങ് ഉണ്ടാവും. അത് മാറിയിട്ടില്ല, ആ പ്രവണത ഇപ്പോഴും ഉണ്ട്. മനസ്സിലായി. പക്ഷേ സ്റ്റാർഡം എന്ന് പറയുന്നൊരു സാധനം ഇല്ല. പക്ഷേ അതിനെ ആരൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബിസിനസ്സിന് പോയി കഴിഞ്ഞാലും മമ്മൂക്കയ്ക്കും ലാൽ സാറിനും അവർക്ക് കിട്ടുന്ന ഒരു സാറ്റലൈറ്റ് വാല്യൂവും സംഭവം സ്വാഭാവികം. അവരെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ സ്പോൺസേഴ്സിന് കിട്ടും, എല്ലാം കിട്ടും. അതുകൊണ്ട് അതിന് വരുന്നുണ്ട്. ഇപ്പം സംബന്ധിച്ചോളം ഇപ്പോൾ നല്ല കഥ, നല്ല തിരക്കഥ, പിന്നെ മേക്കിംഗ് കുഴപ്പമില്ലാതെ, ആരഭിനയിക്കണമെന്നൊന്നുമില്ല, മേക്കിംഗ് കുഴപ്പമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു സിനിമ കൊള്ളാമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പ്രേക്ഷകർ വരും. പിന്നെ നമ്മളെല്ലാം സിനിമയിൽ വിശ്വസിക്കുന്ന ഒരു സാധനമുണ്ട്, ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്.
അതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ സെൻസർ ബോർഡിലെ ഒരു അംഗം കൂടിയാണ്. അപ്പം എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുള്ള വെച്ചാൽ പല സിനിമകൾ കൊച്ചു സിനിമകൾ സെൻസറിങ് വരും. ചെയ്യും നമുക്കൊരിക്കലും എന്താ പറയുക, ഈ സെൻസറിങ്ങിന് വരുന്ന സിനിമകളൊക്കെ നമുക്ക് ശരിക്കും കൊച്ചു സിനിമകളായിരിക്കും, പക്ഷെ ഭയങ്കര കണ്ടൻ്റായിരിക്കും. മനസ്സിലായി? ആ സിനിമയുടെ പറയുന്ന രീതിയും ഇതൊക്കെ ഭയങ്കര സംഭവം. പക്ഷേ ആ സിനിമകളൊന്നും ഞാൻ ഒരിക്കലും തിയേറ്ററിൽ കണ്ടിട്ടില്ല. OTT പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ ഞാൻ ഏതൊക്കെ ടെലഗ്രാമിലൊക്കെ വന്നിട്ട് പോകുമെന്ന് അറിഞ്ഞാൽ, അല്ലാതെ അതൊന്നും ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ പോലും വരില്ല. നല്ല നല്ല സിനിമകൾ വരും, മനസ്സിലായി? പക്ഷേ അങ്ങനത്തെ സിനിമകൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയമുണ്ട്. ആക്ച്വലി ഞാനൊരു ഫിലിം മേക്കർ ആയതുകൊണ്ട് എനിക്കൊരു ഭയമുണ്ട്. നമ്മൾ സെൻസറിങ്ങിന് ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ആ സിനിമകളെ കാണുന്നുള്ള ഭയങ്കരമായിട്ട് ആസ്വദിച്ചായിരിക്കും കാണുന്നത്. പക്ഷേ ആ സിനിമകളൊന്നും ഒരിക്കലും വെട്ടം പോലും കാണുന്നില്ല. അപ്പം എൻ്റെ ഒരു നേരത്തെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ സിനിമ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള തന്ത്രവും കൂടെ ഇനി വരുന്ന തലമുറയിലെ പെട്ട ആൾക്കാർ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്, മനസ്സിലായി? അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു ടീമിനെയും കൂടെ നമ്മൾ കൂടെ കൊണ്ട് നടക്കണം എന്നുള്ളതാണ് കാര്യം. നമുക്കറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ ഷൂട്ട് തുടങ്ങുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകൾ തുടങ്ങുമ്പോൾ തൊട്ട് അത് ഇപ്പം ഇൻസ്റ്റയിലും FBയിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, മനസ്സിലായി? ഇത് വന്നാൽ മാത്രം പോരാ, ഒരു ഫസ്റ്റ് ഡേ ഒരു കുറച്ച് ക്രൗഡിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് അതിന് നല്ല അഭിപ്രായം പുറത്ത് കൊണ്ടുവരാനുള്ള ഇതൊക്കെ വരണം. വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ 89-90 കാലഘട്ടത്തിലാണ് മമ്മൂക്കയെ പരിചയപ്പെടുന്നത്. അതായത് എൻ്റെ സ്കൂൾ കാലഘട്ടം ത്തിൽ വെച്ചാണ് ഞാൻ മമ്മൂക്കയെ പരിചയപ്പെടുന്നത്. ആദ്യമൊക്കെ അദ്ദേഹം നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാലൊന്നും ഇതല്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഭയങ്കര ആരാധനയായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുകയും എനിക്കൊന്ന് ആരാത്രി എന്ന് പറയുന്നത്, എനിക്ക് 3ാം ക്ലാസ്സിലൊക്കെ എന്ത് പഠിക്കുന്ന സമയത്താണ് ആരാത്രി എന്ന് പറഞ്ഞ പടം എൻ്റെ വീടിൻ്റെ അടുത്ത് ഷൂട്ടിംഗ് വരുമ്പോൾ അന്ന് ഞാൻ മമ്മൂക്കയെ കാണാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ തോന്നിയൊരു ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ 90 കാലഘട്ടം തൊട്ട് ഞാൻ മമ്മൂക്കയുടെ പുറകെ ഇങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ എവിടെയുണ്ടെങ്കിലും പോകുമായിരുന്നു. അപ്പോഴൊന്നും അദ്ദേഹം ഇതില്ല. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ഞാനോട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ബന്ധം ഈ 10-34 വർഷമായിട്ട് ഞാനത് കൊണ്ടുവരികയാണ്. അപ്പം ഒരിക്കൽ ഞാൻ സംവിധാന സഹായമായിട്ട് പലരുടെ പോയിട്ട് ഒരിക്കൽ മമ്മൂക്കയുടെ ഞാൻ ഇതുപോലെ ഒരാവശ്യം പറഞ്ഞു. എനിക്ക് ഒരു ഡോക്യുമെൻ്ററി മമ്മൂക്കയുടെ ജീവിതം ബേസ് ചെയ്തൊരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അദ്ദേഹം ഏത് കാര്യം പോയി കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം പറയാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു അത് പറ്റില്ല, നടക്കില്ല എന്ന് പറയും. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ പുറകിൽ തന്നെ കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അപ്രൂവൽ തന്നു. അങ്ങനെ ആ ഡോക്യുമെൻ്ററി 2001 ദൂരദർശൻ DD നാഷണൽ ചാനലിലേക്ക് വേണ്ടി ഞാൻ ചെയ്തു. ഒരു 4 എപ്പിസോഡായിട്ട് 2001 അത് ടെലികാസ്റ്റ് ചെയ്തു. അതിനൊരു സന്തോഷം എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ് അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡൊക്കെ ഹെൽപ്പ് ചെയ്തത്. അന്ന് മമ്മൂക്കയുടെ ജ്വാലായി എന്ന് പറയുന്നൊരു സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടീമിനെ കൊണ്ട് തന്നെയാണ് അതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയെ ഞാൻ ഇത്ര 34 വർഷമായിട്ട് മമ്മൂക്കയായിട്ടുള്ള ബന്ധം വെച്ചിട്ട് പറയുകയാണ്, മമ്മൂക്കയുടെ ഹാർഡ് വർക്ക് ഞാൻ മലയാളത്തിലല്ല എനിക്കറിയാവുന്ന ഭാഷകളിലെ സിനിമകളിലൊന്നും ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ടേ ഇല്ല. കാര്യം ചെയ്യാൻ ഇപ്പം ടെക്നിക്കൽ സൈഡാണെങ്കിലും ഇപ്പം നമുക്ക് ഇന്ന് ഇറങ്ങാൻ പോകുന്ന പുതിയ ക്യാമറയാണെങ്കിലും എന്താണെങ്കിലും ഇപ്പം ലേപ്പിലാണെങ്കിലും എന്ത് എക്യുപ്മെൻ്റ് ആയിക്കോട്ടെ അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്, മനസ്സിലായി? ഇനി നാളെ ഇറങ്ങാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും പുള്ളി കാര്യം എനിക്ക് ഏറ്റവും വലിയ അതിശയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ അതായത് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പോയി മമ്മൂക്കയായിട്ട് സംസാരിച്ച്, അതായത് ശ്രീകുമാർ തിയേറ്റർ അന്ന് ലാൽ സാറിനെ സപ്പോർട്ട് ചെയ്തൊക്കെ സിനിമകൾ ചെയ്തുകൊണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് തോന്നുന്നു എനിക്കൊരു 10-25 വർഷം മുമ്പ് എന്തോ പറഞ്ഞ സംഭവമാണ് ഇത്. ഈ പ്രവണതയൊക്കെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഈ 1000-1500 പേരൊക്കെ ഒരു തിയേറ്ററിൽ ഹോൾഡ് ചെയ്യുന്ന പ്രവണതയൊക്കെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നത് ചെറിയ മൾട്ടിപ്ലക്സ് പോലത്തെ തിയേറ്ററിലായിരിക്കും. അതിപ്പോൾ 10-25 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നടക്കാത്ത സംഭവം എന്ന് വെച്ചു. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടില്ലേ, ഇന്ന് ഈ പറഞ്ഞ പോലെ 100-150 പേർക്ക് ഇരിക്കുന്ന തിയേറ്ററുകളിലേക്കാക്കി മാറി സിനിമ. അതാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഭയങ്കര ദീർഘവീക്ഷണമാണ്. പിന്നെ അദ്ദേഹത്തിന് ഹാർഡ് വർക്ക്, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം ഞാനൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൊരു വോയിസ് പോലും. കാര്യം 5 നേരം നിസ്കാരം, ഇത് കൂടാതെ 24 hours മറ്റുള്ള സിനിമകൾ, അതായത് മലയാളത്തിൽ ഇറങ്ങുന്ന ഏത് സിനിമയെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയാം. മലയാളത്തിൽ നിന്നല്ല, ഏത് സിനിമകളെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയാം. ആ സിനിമ ഒരുമാതിരിപ്പെട്ട് കൊള്ളാവുന്ന ഒരു സിനിമയാണ്, അദ്ദേഹം അത് തീർച്ചയായും കണ്ടിരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറയാം, ഈ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് മമ്മൂക്ക. കാര്യം അത് മാത്രമല്ല, നമുക്കിപ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ ഏജ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഏജിലും അദ്ദേഹം ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏറ്റെടുക്കുന്നുള്ളതാണ്. കാര്യം സാധാരണ യൂഷ്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് പുറകിൽ പോകാതെ ചിലപ്പോൾ നെഗറ്റീവായിരിക്കാം, ആ റോൾ വരെ എടുത്ത് അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് തന്നെ ഉള്ളതാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്
അദ്ദേഹം ഇന്നും സൂപ്പർ സ്റ്റാർ ആയിട്ട് അല്ലെങ്കിൽ മെഗാസ്റ്റാറായിട്ട് നിൽക്കാൻ കാരണം. ഈ OTT പ്ലാറ്റ്ഫോംസ് വന്നത് ഇപ്പോൾ റീസെൻ്റ്, ഇപ്പോൾ നമുക്കറിയാം കോവിഡിനൊക്കെ ശേഷമാണ് ഈ OTT പ്ലാറ്റ്ഫോംസൊക്കെ. പക്ഷേ ആ വന്നപ്പോൾ ഒരു ബൂമിംഗ് ഉണ്ടായിരുന്നു, മനസ്സിലായി. ആ വന്ന് ഒരു 1-2 വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പടങ്ങൾ അവർ എടുക്കുകയും അങ്ങനെ സിനിമ ഇഷ്ടംപോലെ ആ സമയത്ത് ഒരുമാതിരിപ്പെട്ട സിനിമകളൊക്കെ ബിസിനസ്സായി പോവുകയും ചെയ്തു. പക്ഷേ അവർ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതിലേക്ക് എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിന് പരിമിതികളുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയത്. കാര്യം വെച്ചാൽ എല്ലാ സിനിമകളും ചുമ്മാ എടുത്തിട്ട് കാര്യമില്ലാന്ന്. അപ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാൽ സെലക്റ്റഡ് ആക്കിയപ്പോഴത്തേക്കുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാവുന്ന പോലെ അവർ ഈ പേപ്പർ വ്യൂ എന്ന് പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രേക്ഷകൻ ആ സിനിമ കാണുമ്പം ആ കാണുന്ന പ്രേക്ഷകൻ്റെ ഇത് വെച്ചിട്ടാണ് OTTന്ന് പൈസ കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് നമുക്കിപ്പം ഒരിക്കലും അത് ലാഭമായിട്ട് വരില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പടങ്ങൾ വന്ന് ഇപ്പം വളരെ കുറച്ച് പ്രേക്ഷകർ മാത്രമേ കാണാറുള്ളൂ. അപ്പം എനിക്ക് ആ OTT എന്ന് പറയുന്ന ബിസിനസ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തന്നെ അറിയാം OTT പലരും വാങ്ങിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് ചെയ്ത സിനിമ പോലും പേപ്പർ വ്യൂ എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലാതെ നടക്കുന്നില്ല. ഈവൻ ആമസോൺ പോലും പോയി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ പോയി കഴിഞ്ഞാൽ പോലും ഇല്ലെങ്കിൽ അത്രയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചവൻ അത്രയും വലിയ രീതിയിലൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് അവർ പർച്ചേസ് ചെയ്യും. അല്ലാതെ നടക്കുന്ന ഇപ്പോൾ പേപ്പർ വ്യൂ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഇതിൽ മാത്രമേ അവർ OTT ഒക്കെ ചെയ്യുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭയപ്പാടുണ്ടാക്കുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുതിയ വരുന്ന ഞാൻ പറഞ്ഞില്ല, അതായത് ന്യൂ ജനറേഷനിൽപ്പെട്ട ഇഷ്ടംപോലെ നല്ല നല്ല ടെക്നീഷ്യൻസ് ഉണ്ട്, കഴിവുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, ക്യാമറമാൻമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വേദി കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഭയപ്പാടുണ്ടാക്കുന്ന സംഭവമാണ്. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊക്കെ ഇത്രയും വർഷമായിട്ട് ഇതിൻ്റെ ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്നു, നമുക്കിനി മുമ്പോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളത് ഒരു ഭയം, ഒരു ചോദ്യം തന്നെയാണ്. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വിരലെണ്ണാവുന്നൊരു 10 ആർട്ടിസ്റ്റിന് മാത്രമേ ഉള്ളൂ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ബിസിനസ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഓവർസീസ് ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സോ ഉണ്ടെങ്കിൽ ഈ 10 പേരെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ എത്ര സിനിമ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു വർഷം മലയാളത്തിൽ ഇറങ്ങുന്ന ഇപ്പം തന്നെ 200-240 സിനിമയോളം സെൻസർ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി, 240 സിനിമ ചെയ്യുമ്പോൾ ഈ 10 പേർക്ക് മാത്രമേ ബിസിനസ് ഉള്ളൂ. ബാക്കി അത്രയും പടങ്ങൾ എവിടെ പോവുകയാണ്? അതിനൊന്നും ബിസിനസ് കിട്ടുന്നില്ല. അപ്പം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഇതിൽ സംഭവിക്കുന്നുമുണ്ട്. സോ അതൊരു ഭയപ്പാടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. കാര്യം അതിനെ എന്തെങ്കിലും ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച ചെയ്ത് അതിനൊരു വേദി ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു സൂര്യ ഫിലിം ഫെസ്റ്റിവലായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് അറിയപ്പെട്ട ഫെസ്റ്റിവൽ. പിന്നെ ഒരു ചലച്ചിത്ര എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരുന്നു. ഈ 2 ഫെസ്റ്റിവലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഫെസ്റ്റിവൽ, അറിയപ്പെട്ടിരുന്ന ഫെസ്റ്റിവൽസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ സൂര്യ കൃഷ്ണമൂർത്തി സാറ് ഒരു 5 സിനിമകൾ തന്നെ ഒരു ദിവസം ടാഗോറിലൊക്കെ മാത്രമായിരുന്നു ഫെസ്റ്റിവൽ. 5 സിനിമകൾ പ്രദർശിപ്പിക്കും. ഇതിനിടയിൽ ഒരു ചായയും ഒരു സ്നാക്സും കഴിക്കാനുള്ള ഒരു കൂപ്പണും തരും. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് ഞാൻ രാവിലെ 8 മണി തൊട്ട് രാത്രി 11 മണി 12 മണി വരെ 5 സിനിമകളും തുടർച്ച കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സിനിമയിൽ. അത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് IFK എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ ഒരു പ്രേക്ഷകരോ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറയല്ലേ, അത് കാലക്രമേണ അത് ഒരുപാട് മാറി. പക്ഷെ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വേറെ തലത്തിലാണ് കാണുന്നത്. IFK എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുപോലൊരു നല്ലൊരു പടം, ഒരു ഓഫ് ബീറ്റ് ഫിലിം പടമോ അല്ലെങ്കിൽ ഒരു സിനിമ എടുത്ത് തിയേറ്ററിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ സിനിമ കാണാൻ ആ തിയേറ്ററിൽ ആരും കാണില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുറേ യങ്സ്റ്റേഴ്സിന് കൂടാനൊരു ഫെസ്റ്റിവലാണ് ആക്ച്വലി. അതായത് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നതിനേക്കാളും ഒരു ഫെസ്റ്റിവലാണ്. ഇപ്പോൾ ഒരു ഓണം സെലിബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം കൂടില്ലേ, അല്ലെങ്കിൽ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ കൂടില്ലേ. അപ്പം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും കൂടാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും നല്ല സിനിമകൾ ആൾക്കാർ കാണുന്നുണ്ടില്ല, ഇല്ലെന്ന് പറയുന്നില്ല. ഏത് കാലഘട്ടത്തിൽ അന്ന് തൊട്ട് നല്ല നല്ല പ്രേക്ഷകരുണ്ട്, സിനിമയ്ക്ക് നല്ല നല്ല പ്രേക്ഷകരുണ്ട്. അവർ ഈ പറയുന്ന പോലെ ഏത് ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ അവർ പോയി കാണുകയും ചെയ്യും. അപ്പം IFK പിന്നെ ഒരു ഗുണം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ മലയാള സിനിമയെ ലോകോത്തര സിനിമകളായിട്ട് പണ്ട് അടൂർ സാർ ചെയ്യുന്ന പടങ്ങൾ മാത്രമേ അങ്ങനെ, അല്ലെങ്കിൽ ഷാജി സാർ ചെയ്യുന്ന പടങ്ങൾ മാത്രമേ അങ്ങനെ പുറം ലോകത്തിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷേ ഇപ്പം സംഭവിക്കുന്നത് വെച്ചാൽ ഈ IFK കാണാൻ തന്നെ ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട്, എബ്രോഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊക്കെ ഇവിടെ വന്ന് സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാനും മലയാള സിനിമയുടെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒരു അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് IFK എനിക്ക് തോന്നുന്നു ഇനിയും ഭാവിയിൽ ഇതിനെക്കാട്ടിലും ഒരു പങ്കാളിത്തം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഒരേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും
പൊളിറ്റിക്സിൻ്റെ ബാക്കിലേക്ക് പോകരുത്. ഇതിനെങ്കിലും സിനിമ ഇങ്ങനെ നടത്തുന്ന ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു വഴിക്ക് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് അഭിപ്രായം.